ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 6th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് പാർട്ടിലെ ലാസ്റ്റ് ചാപ്റ്ററായ എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും സൈഡ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എ ഫ്രണ്ട് ലൈക്ക് സൈമൺ എന്നാണല്ലേ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? എ ഫ്രണ്ട് ലൈക്ക് സൈമൺ. സൈമണിനെ പോലൊരു ഫ്രണ്ട് എന്നല്ലേ, സൈമണിനെ പോലൊരു സുഹൃത്ത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോറി വായിച്ച് നോക്കാം. ഹായ്, മൈ നെയിം ഈസ് മാത്യു. ഐ വുഡ് ലൈക്ക് ടു ടെൽ യു സ്റ്റോറി എബൌട്ട് ഫ്രണ്ട് ഓഫ് മൈൻ. എന്താ അവിടെ പറയുന്നത്? ഹായ്, മൈ നെയിം ഈസ് മാത്യു. എൻ്റെ പേര് മാത്യു എന്നാണ്. ദെൻ ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എ സ്റ്റോറി എബൌട്ട് ഫ്രണ്ട് ഓഫ് മൈൻ. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് എന്ത് ചെയ്യാണ്, അദ്ദേഹത്തെക്കുറിച്ച് സ്റ്റോറി പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഹിസ് നെയിം ഈസ് സൈമൺ. അപ്പോൾ നമ്മുടെ സ്റ്റോറിയിലെ പ്രധാന ക്യാരക്ടർ എന്ന് പറയുന്നത് ആരാണ്? സൈമൺ ആണല്ലേ. എന്താണ്? ഹിസ് നെയിം ഈസ് സൈമൺ. ദെൻ ഫസ്റ്റ് ഒരു ക്യാരക്ടറിനെ പരിചയപ്പെട്ടല്ലോ, ആരായിരുന്നു? മാത്യു അല്ലേ. അപ്പോൾ സൈമണിൻ്റെയും മാത്യുവിൻ്റെയും കഥയാണ് ഇതിൽ പറയുന്നത്. നമുക്ക് നോക്കാം. സൈമൺ ജോയിൻഡ് മൈ സ്കൂൾ ലാസ്റ്റ് ഇയർ ആൻഡ് ഐ റിമെമ്പർ ഹിസ് ഫസ്റ്റ് ഡേ വെരി വെൽ. അപ്പോൾ സൈമണ് എന്നാണ് ജോയിൻ ചെയ്തത്? ജോയിൻഡ് മൈ സ്കൂൾ ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയറിലാണ് ആര് ജോയിൻ ചെയ്യുന്നത്? സൈമൺ സ്കൂളിൽ ജോയിൻ ചെയ്യുന്നത്. ഐ റിമെമ്പർ ഹിസ് ഫസ്റ്റ് ഡേ വെരി വെൽ. എനിക്ക് അവൻ വന്ന ഫസ്റ്റ് ഡേ വളരെയധികം നന്നായിട്ട് ഓർമ്മയുണ്ടെന്നാണ് പറയുന്നത്. When I arrived at the door of my classroom, Simon's mom gave me a big smile. അപ്പം എന്താ ഉണ്ടായത്? when I arrived at the door of my classroom, അതായത് എൻ്റെ ക്ലാസ് റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ അവൻ എത്തി നോക്കുമ്പോൾ അവൻ എന്ത് ചെയ്തു? Simon's mom gave me a big smile. അപ്പോൾ സൈമണിൻ്റെ അമ്മ എനിക്കൊരു നല്ലൊരു പുഞ്ചിരി നൽകി. ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു മാത്യു, ഷീ സാഡ്. അവരെന്താ പറഞ്ഞത്? ഇറ്റ്സ് നൈസ് ടു മീറ്റ് യു മാത്യു എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ സൈമൺ, വുഡ് യു ലൈക്ക് ടു സേ ഹലോ ടു മാത്യു? അപ്പോൾ സൈമണിനോട് അമ്മ ചോദിക്കുകയാണല്ലേ. എന്താ ചോദിച്ചത് കൂട്ടുകാരെ? സൈമൺ, വുഡ് യു ലൈക്ക് ടു സേ ഹലോ ടു മാത്യു? സൈമൺ, നീ മാത്യുവിനോട് ഹലോ പറയുന്നത് ആഗ്രഹിക്കുന്നില്ലേ ചോദിക്കുകയാണല്ലേ. ഷീ ആസ്ക്ഡ്. അവൾ ചോദിച്ചു. ബട്ട് സൈമൺ ജസ്റ്റ് ടേൺ അവേ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ഗ്രൗണ്ട്. അപ്പോൾ സൈമൺ എന്താ കൂട്ടുകാരെ ചെയ്തത്? തലൊന്ന് തിരിച്ചിട്ട് എന്ത് ചെയ്യാണ്? ലുക്ക്ഡ് അറ്റ് ദ ഗ്രൗണ്ട്. താഴേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയല്ല. അവിടെ പിക്ചർ നോക്കൂ. അപ്പോൾ ഏതാണ് സൈമൺ? നമുക്ക് മനസ്സിലായി, ഇതാണല്ലേ സൈമൺ. സൈമണും അമ്മ ഈ ഒരു സൈഡിൽ നിൽക്കുന്നുണ്ട്. ദെൻ ഇതാണ് മാത്യു അല്ലേ, ഇവനാണ് മാത്യു. അപ്പോൾ ഈ ഒരു രംഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. നമ്മളിപ്പോൾ വായിച്ചല്ലോ, ആ ഒരു രംഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. അതായത് അമ്മ ഇവനോട് സൈമണിനോട് പറയുകയാണ്, മാത്യുവിന് എന്ത് പറയാണ്? ഹലോ പറയാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യാണ് സൈമൺ? എന്താ ചെയ്യുന്നത്? നേരെ ഗ്രൗണ്ടിലേക്ക് നോക്കി നിൽക്കുകയാണ്. താഴെ ഇങ്ങനെ ഗ്രൗണ്ടിലേക്ക് നിലത്തേക്ക് നോക്കി നിൽക്കുന്നൊരു സീനാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇവിടെ ഒരു സൈഡ് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ടല്ലോ, അത് നോക്കാം അല്ലേ നമുക്ക്. വാട്ട് ഡിഡ് സൈമൺസ് മം ആസ്ക് ഹിം ടു ഡു? എന്താണ് സൈമണിൻ്റെ അമ്മ അവനോട് ചെയ്യാൻ പറഞ്ഞത്? ചെയ്യാൻ എന്തായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? സൈമണിൻ്റെ അമ്മ അവനോട് മാത്യുവിനോട് ഹലോ പറയാനാണല്ലേ ആവശ്യപ്പെട്ടത്. സോ നമുക്ക് ആൻസർ എഴുതാം. സൈമൺസ് മം ആസ്ക്ഡ് ഹിം ടു സേ ഹലോ ടു മാത്യു. ഇവിടെ പറയുന്നുണ്ടല്ലേ, ഇവിടെ നോക്കൂ കൂട്ടുകാരെ. യെസ്, ഇറ്റ്സ് ടൈം ടു മീറ്റ് യു മാത്യു. ദെൻ സൈമൺ, വുഡ് യു ലൈക്ക് ടു സേ ഹലോ ടു മാത്യു? അതായത് ഇവിടെ തന്നെ ആൻസർ കൊടുക്കുന്നുണ്ട്. ഇവിടെ സൈമൺ, വുഡ് യു ലൈക്ക് ടു സേ ഹലോ ടു മാത്യു? ഷീ ആസ്ക്ഡ്. അപ്പോൾ സൈമണിൻ്റെ അമ്മ മാത്യുവിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? മാത്യുവിനോട് എന്ത് പറയാനാണ് ആവശ്യപ്പെട്ടത്? സൈമണിൻ്റെ അമ്മവിനോട് എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? യെസ്, സൈമൺസ് മാം ആസ്ക്ഡ് ഹിം ടു സേ ഹലോ ടു മാത്യു. സൈമണിൻ്റെ അമ്മ അവനോട് മാത്യുവിനോട് ഹലോ പറയാൻ ആവശ്യപ്പെട്ടു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡിഡ് സൈമൺ റിയാക്ട് ടു ഹിസ് മദേഴ്സ് റിക്വസ്റ്റ്? എങ്ങനെയാണ് സൈമൺ അമ്മയുടെ റിക്വസ്റ്റിന്, അമ്മ പറഞ്ഞു നോക്കുമ്പോൾ എങ്ങനെയാണ് സൈമൺ അതിന് റിയാക്ട് ചെയ്തത്? എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് ഇവിടെ പറയുന്നുണ്ടല്ലേ, നോക്കൂ. ബട്ട് സൈമൺ ജസ്റ്റ് ടേൺ അവേ ആൻഡ് ലുക്ക്ഡ് ദ ഗ്രൗണ്ട് അല്ലേ, ആൻഡ് ലുക്ക്ഡ് ദ ഗ്രൗണ്ട്. ഓക്കെ, നമുക്ക് ആൻസർ എഴുതാം. How did Simon react to his mother's request? Yes, Simon just turned away and looked at the ground instead of saying hello to Matthew as requested by his mom. അതായത് മാത്യുവിൻ്റെ അമ്മ ആവശ്യപ്പെട്ടതുപോലെ ഹലോ പറയുന്നതിന് പകരം സൈമൺ എന്താ ചെയ്തത്? തിരിഞ്ഞ് നിലത്തേക്ക് നോക്കി. ആൻസർ എന്താണ്? സൈമൺ ജസ്റ്റ് ടേൺ അവേ ആൻഡ് ലുക്ക്ഡ് അറ്റ് ദ ഗ്രൗണ്ട് ഇൻസ്റ്റെഡ് ഓഫ് സേയിങ് ഹലോ ടു മാത്യു ആസ് റിക്വസ്റ്റഡ് ബൈ ഹിസ് മം.
ഓക്കെ ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. Yes, our teacher told us that Simon would be joining our class that year. He would take a part in most of your lesson, but sometimes he would get help with his work from special teacher too. എന്താ ഇവിടെ പറയുന്നത്? ഞങ്ങളെ ടീച്ചർ പറഞ്ഞല്ലേ, അവർ ടീച്ചർ ടോൾഡ്. ടെൽ എന്ന് പറഞ്ഞാൽ എന്താ കൂട്ടുകാരെ? പറയല്ല. ടെല്ലിൻ്റെ പാസ്റ്റ് ഫോമാണ് എന്ത്? ടോൾഡ് അല്ലേ. അപ്പോൾ അവർ ടീച്ചർ ടോൾഡ് അസ് ദാറ്റ്, ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു എന്താണ്? സൈമൺ വുഡ് ബി ജോയിനിങ് അവർ ക്ലാസ് ദാറ്റ് ഇയർ. സൈമൺ വുഡ് ബി ജോയിനിങ് അവർ ക്ലാസ് ദാറ്റ് ഇയർ. ആ വർഷമാണ് സൈമൺ നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ഹി വുഡ് ടേക്ക് part in the most of our lessons, but sometimes he get the help with his work from special teachers. എന്താണ്? he would take part in most of our lesson. അവൻ എന്താണ്? ഒരുവിധ എല്ലാ ലെസൺസും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവന് മനസ്സിലാകുന്നുണ്ട് അല്ലേ. ബട്ട് സംടൈംസ് ഹി വുഡ് ഗെറ്റ് ഹെൽപ്പ് വിത്ത് ഹീസ് വർക്ക് ഫ്രം സ്പെഷ്യൽ ടീച്ചേഴ്സ് ടു. അപ്പോൾ ചില വർക്കൊക്കെ ചെയ്യുന്നതിന് അവന് ആരുടെ സഹായം വേണ്ടി വന്നു? സ്പെഷ്യൽ ടീച്ചർമാരുടെ സഹായവും വേണ്ടി വന്നു. Okay, then I thought Simon would like to a school a lot. അതായത് ഐ തോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരാണ് തോട്ട് ചെയ്യുന്നത്? ചിന്തിക്കുന്നത് ആരാണ്? നമ്മുടെ മാത്യു അല്ലേ. അപ്പം മാത്യു ചിന്തിക്കുന്നത് എന്താണ്? സൈമൺ വുഡ് ലൈക്ക് ടു അവർ സ്കൂൾ എ ലോട്ട്. സൈമണിന് ഞങ്ങളുടെ സ്കൂളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന ആര് ചിന്തിക്കുകയാണ്? മാത്യു ചിന്തിക്കുകയാണ്. അപ്പോൾ അവിടെ പറയുകയാണ് ഐ തോട്ട്, ഞാൻ ചിന്തിച്ചു. സൈമൺ വുഡ് ലൈക്ക് ടു അവർ സ്കൂൾ എ ലോട്ട്. ഞങ്ങളുടെ സ്കൂള് സൈമണിന് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. It really is a great school. Apart from just one, a girl called Hetty, or horrible Hetty, I asked her to call her. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഇറ്റ് റിയലി ഈസ് എ ഗ്രേറ്റ് സ്കൂൾ. ഇതൊരു വളരെ ഗ്രേറ്റ് സ്കൂൾ തന്നെയാണ്. അപ്പാർട്ട് ഫ്രം ജസ്റ്റ് വൺ തിങ്, ഒരു കാര്യം ഒഴികെ. അതെന്താണ് ഇവിടെ ആ കാര്യം പറയുന്നത്? യെസ്, എ ഗേൾ കോൾഡ് ഹെറ്റി. ഒരു പെൺകുട്ടി. പേരെന്താണ് പെൺകുട്ടിയുടെ? ഹെറ്റി എന്നുള്ളൊരു പേര്, ഒരു പെൺകുട്ടി അല്ലേ. ഒരു ഹൊറിബിൾ ഹെറ്റി ആസ് ഐ ലൈക്ക് ടു കോൾ ഹെർ. അപ്പോൾ നമ്മുടെ മാത്യു അവളെ എന്താ വിളിക്കാൻ ആഗ്രഹിക്കുന്നത്? ഹൊറിബിൾ ഹെറ്റി എന്നല്ലേ. അപ്പോൾ ആ പെൺകുട്ടിയുടെ കാര്യം ഒഴിച്ച് ബാക്കിയുള്ളത് കൊണ്ടൊക്കെ ഈ സ്കൂൾ എന്താണ്? ഒരു ഗ്രേറ്റ് സ്കൂൾ തന്നെയാണെന്നാണ് പറയുന്നത്. Hetty was always pushing her way to the front of the queue at lunch. അപ്പോൾ അവിടെ ലഞ്ചിൻ്റെ ക്യൂവിൽ എപ്പോഴും അവൾ എന്ത് ചെയ്യും? ഹെറ്റി എന്ന് പറയുന്ന പെൺകുട്ടി എന്ത് ചെയ്യും? ഓൾവേസ് പുഷിങ് ഹെർ വേ ടു ഫ്രണ്ട് ഓഫ് ദ ക്യൂ. അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന കുട്ടികളെ എന്ത് ചെയ്യും? അവൾ പുഷ് ചെയ്യും അല്ലേ. എന്നിട്ട് എന്താ പറയുന്നത്? ഐ ആം നെക്സ്റ്റ് ഷീ ഹാഡ് സേ വെൻ ഇറ്റ് വാസ് സം എൽസ് ടേൺ ആൻഡ് ദെൻ ഷീ വുഡ് മേക്ക് എ ഹൊറിബിൾ മീൻ ഫേസ്. ഐ ആം നെക്സ്റ്റ്, ഞാനാണ് അടുത്തതെന്ന് പറഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്? അവിടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ എന്ത് ചെയ്യും? പുഷ് ചെയ്യും അല്ലേ. ദെൻ ഷീ ഹാഡ് സേ വെൻ ഇറ്റ് സം വൺ എൽസ് ടേൺ, ആരെങ്കിലും അവളെ തിരിഞ്ഞ് നോക്കുക വെച്ചാൽ അവൾ എന്താ ചെയ്യുക? ആൻഡ് ദെൻ ഷീ വുഡ് മേക്ക് എ ഹൊറിബിൾ മീൻ ഫേസ്. അവളൊരു ഹൊറിബിൾ ഫേസ് ആക്കിയിട്ട് ഇങ്ങനെ നോക്കുമല്ലേ അവരെ. വളരെ ഭയപ്പെടുത്തുന്നൊരു മുഖത്തോട് കൂടിയിട്ട് അവരെ നോക്കും. അപ്പോൾ നമ്മുടെ ഹെറ്റിയുടെ സ്വഭാവം എങ്ങനെയാണ്? ഒരു ഹൊറിബിൾ തന്നെയാണല്ലേ. അതുകൊണ്ടാണ് നമ്മൾ മാത്യു ഹെറ്റിയെ എന്ത് വിളിക്കുന്നത്? ഹൊറിബിൾ ഹെറ്റി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു പിക്ചറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നോക്കൂ, കുട്ടികൾ എന്ത് ചെയ്യാണ്? ഭക്ഷണത്തിൻ്റെ ടൈമിലൂടെ പാത്രമൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടല്ലേ. അപ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന കുട്ടിയാണ് ആര്? യെസ്, ഹൊറിബിൾ ഹെറ്റി അല്ലേ. യെസ്, അവൾ എന്ത് ചെയ്യുന്ന പറയുന്നത്? ഇങ്ങനെ വരിക്ക് നിൽക്കുമ്പോൾ ഭക്ഷണത്തിന് വേണ്ടി വരിക്ക് നിൽക്കുമ്പോൾ മുന്നിലുള്ള ആളെ തള്ളിയിട്ട് പറയും എന്താണ്? ഞാനാണ് അടുത്തതെന്ന് പറഞ്ഞിട്ട് കയറി നിൽക്കും അല്ലേ. അപ്പം അതാണ് ഇവിടെ നമുക്ക് ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അവിടെ ഒരു ചോദ്യം നൽകിയിട്ടുണ്ട്. വാട്ട് വാസ് ദ ഓൺലി തിങ് വിച്ച് ഹാസ് ബാഡ് അബൌട്ട് ദ സ്കൂൾ? അപ്പോൾ ആ സ്കൂളിൽ ആകെപ്പാടുള്ളൊരു ബാഡ് തിങ് എന്തായിരുന്നു എന്നാണ് അല്ലെ ചോദിച്ചിട്ടുള്ളത്. അതായത് സ്കൂളിനെ കുറിച്ച് മോശമായ ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു കൂട്ടുകാരെ? ഹെറ്റി എന്ന പെൺകുട്ടിയാണല്ലേ. മാത്യു അവളെ എന്താ വിളിച്ചിരുന്നത്? ഹൊറിബിൾ ഹെറ്റി എന്ന് വിളിക്കും അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, വാട്ട് വാസ് ദ ഓൺലി തിങ് വിച്ച് വാസ് ബാഡ് അബൌട്ട് ദ സ്കൂൾ. അതായത് സ്കൂളിനെ കുറിച്ച് മോശമായ ഒരു കാര്യം എന്തായിരുന്നു? Yes, the only thing which has made about the school was a girl called Hetty, whom Matthew called horrible Hetty. അതായത് സ്കൂളിനെ കുറിച്ച് മോശമായിട്ടുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ആരാണ്? യെസ്, ഹെറ്റി എന്ന പെൺകുട്ടിയായിരുന്നു. മാത്യു കോൾഡ് ഹൊറിബിൾ ഹെറ്റി. മാത്യു അവളെ എന്താ വിളിച്ചിരുന്നത്? ഹൊറിബിൾ ഹെറ്റി എന്ന് വിളിച്ചു. Okay, then
വൈ ഡിഡ് മാത്യു ആൻഡ് ഹിസ് ഫ്രണ്ട്സ് കോൾ ദ ഗേൾ ഹൊറിബിൾ ഹെറ്റി? എന്തുകൊണ്ടാണ് മാത്യുവും അവൻ്റെ ഫ്രണ്ട്സൊക്കെ ആ ഗേളിനെ ഹൊറിബിൾ ഹെറ്റി എന്ന് വിളിച്ചത്? എന്തുകൊണ്ടായിരുന്നു? അതായത് ഉച്ചഭക്ഷണത്തിനായിട്ട് നമ്മുടെ ക്യൂവിന് മുൻവശത്തേക്ക് അവൾ നിൽക്കുമ്പോൾ എന്താ ആൾ പറയാറുള്ളത്? ഞാനാണ് അടുത്ത ആളെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, എപ്പോഴും തള്ളിക്കയറി വരും അല്ലേ? അതിനാലാണ് മാത്യുവും മറ്റുള്ള കുട്ടികളൊക്കെ അവളെ എന്ത് ചെയ്തത്, ഹൊറിബിൾ ഹെറ്റി എന്ന് വിളിച്ചതല്ലേ? ഓക്കെ, അപ്പം നമുക്ക് ആൻസർ എഴുതാം. Matthew and his friend called the girl horrible Hetty because she always pushed her way to the front of the queue for lunch, saying, I am next. Okay, the next നോക്കാം നമുക്ക്. Every day after we ate our lunch, my friends and I would go to the schoolyard and make up new fun games to play. On Simon's first day, I asked him if he wanted to join in. അപ്പോൾ ഫസ്റ്റ് ദിവസം എന്ത് ചെയ്തു, സൈമണ് ഇവരോട് ചോദിക്കുന്നുണ്ടല്ലേ, സൈമണിനോട് ഞാൻ ചോദിച്ചു, നീ ഞങ്ങളോട് കൂടി ജോയിൻ ചെയ്യണോ? ബട്ട് സൈമൺ സീം ടു ലൈക്ക് ബീയിങ് ഓൺ ഹിസ് ഓൺ. അപ്പോൾ എന്താണ്, സൈമൺ എങ്ങനെയായിരുന്നു, അവന് ഒറ്റയ്ക്ക് ഇരിക്കാനുള്ള താല്പര്യമുള്ള പോലെ ആയിരുന്നല്ലേ, അതായത് അവന് ഇവരുടെ കൂടെ കളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആസ് ടൈം വെൻ ബൈ ഐ നോട്ടീസ്ഡ് ഹൗ സൈമൺ ആക്ട് ലിറ്റിൽ ഡിഫറെൻ്റ്ലി ഫ്രം ദ അതർ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ മൈ ക്ലാസ്. ആസ് ദ ടൈം വെൻ ബൈ, അങ്ങനെ ദിവസങ്ങളും മാസങ്ങളൊക്കെ, അതായത് ഇങ്ങനെ സമയം കടന്നു പോകുമ്പോൾ ഞാൻ നോട്ടീസ് ചെയ്തു, എന്താണ്, ഹൗ സൈമൺ ആക്ടഡ് ലിറ്റിൽ ഡിഫറെൻ്റ്ലി ഫ്രം അതർ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ മൈ ക്ലാസ്. എൻ്റെ ക്ലാസ്സിലെ ബോയ്സിനെയും കാട്ടും ഗേൾസിനെയും കാട്ടുന്നൊക്കെ ഒരു വ്യത്യസ്തമായിരുന്നു സൈമൺ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, സൈമണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. സംടൈംസ് ഹി വുഡ് ഗെറ്റ് അപ്സെറ്റ് അബൌട്ട് സംതിങ് സ്മോൾ ലൈക്ക് സംവൺ ബംപിങ് ഇൻ ടു ഹിം ബൈ ആക്സിഡൻറ്റ്. സംടൈംസ് ചില സമയങ്ങളിൽ എങ്ങനെയാണ് അവൻ എങ്ങനെയായിരുന്നു, ഹി വുഡ് ഗെറ്റ് അപ്സെറ്റ് ആവല്ലേ, അബൌട്ട് സംതിങ് സ്മോൾ ലൈക്ക് സംവൺ ബംപിങ് ഇൻ ടു ഹിം ബൈ ആക്സിഡൻറ്റ്. അതായത് അവൻ എപ്പോൾ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്തായിരുന്നു എന്നവിടെ പറയുന്നത്, അപ്സെറ്റ് ആയിരുന്നു. അതായത് ആരെങ്കിലും ഒന്ന് ആക്സിഡൻ്റലി അവനെ ശല്യപ്പെടുത്തുന്ന പോലെ അവന് തോന്നുന്ന വെച്ചാൽ തന്നെ അവൻ എന്താണ്, അസ്വസ്ഥനാവല്ലേ, അവൻ അപ്സെറ്റ് ആകുമായിരുന്നു. നോ വൺ കുഡ് അണ്ടർസ്റ്റാൻഡ് വൈ ഓർ ഈവൻ വാട്ട് ഹി വാസ് അപ്സെറ്റ് അബൌട്ട്. ആർക്കും തന്നെ മനസ്സിലായിരുന്നില്ല അല്ലേ, നോ വൺ കുഡ് അണ്ടർസ്റ്റാൻഡ്, ആർക്കും തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. വൈ ഓർ ഈവൻ വാട്ട് ഹി വാസ് അപ്സെറ്റ് അബൌട്ട്, എന്തിനാ അവൻ ഇങ്ങനെ അപ്സെറ്റ് ആവണമെന്നല്ലേ, അതായത് ചെറിയ കാര്യങ്ങൾക്ക് പോലും അപ്സെറ്റ് ആവുന്നൊരു കുട്ടിയായിരുന്നു ആര്, സൈമൺ. ഓക്കെ, ദെൻ What was something unusual about Simon that Matthew noticed? ഒരു ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ടല്ലേ, ഇവിടെ നോക്കൂ. What was something unusual about Simon that Matthew noticed? അതായത് സൈമണിൽ മാത്യു ശ്രദ്ധിച്ച അസാധാരണമായ അൺയൂഷ്വൽ കാര്യം, അതായത് അസാധാരണമായ കാര്യം എന്തായിരുന്നു കൂട്ടുകാരെ? എന്താണ്, സൈമൺ എങ്ങനെയായിരുന്നു, വളരെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് പോലും എന്തായിരുന്നു, അപ്സെറ്റ് ആവുന്നൊരു കുട്ടിയായിരുന്നല്ലേ. ഓക്കെ, അപ്പം നമുക്ക് ആൻസർ എഴുതാം. മാത്യു നോട്ടീസ്ഡ് ദാറ്റ് സൈമൺ ആക്ടഡ് എ ലിറ്റിൽ differently from other boys and girls in his class. Simon would often get upset by something very small like someone bumping into him by accident. Okay, അപ്പോൾ ആൻസർ ഇവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, എന്താണ്, മാത്യു നോട്ടീസ് ദാറ്റ് സൈമൺ ആക്ട് ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഇൻ ദ ക്ലാസ്. സൈമൺ വുഡ് often get upset by something very small like someone bumping into him by accident. Okay, then നെക്സ്റ്റ് നോക്കാം. സൈമൺ ഓൾവേസ് ലൈക്ക് ടു അറേഞ്ച് ദ ബുക്സ് ആൻഡ് പെൻസിൽ ഓൺ ഹിസ് ഡെസ്ക് ഇൻ ദ സെയിം വേ എവറി ഡേ. സൈമൺ എങ്ങനെയായിരുന്നു, ഓൾവേസ് എല്ലായ്പ്പോഴും എങ്ങനെയാണ് അവൻ്റെ സാധനങ്ങൾ, അതായത് ബുക്സും പെൻസിലൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് ഡെസ്കിൽ എന്നും അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു. ഹി ഡിഡിൻ ലൈക്ക് ഇറ്റ് വെരി മച്ച് വെൻ എനിത്തിങ് ചേഞ്ച് he didn't like it very much when anything changed at all. അത് ആരെങ്കിലും എന്തെങ്കിലും ഒരു ചേഞ്ച് ചെയ്ത് അത് അവന് ഇഷ്ടപ്പെടില്ലായിരുന്നു അല്ലേ. Sometimes he would get upset about things like the school bell ringing or having to move his seat because Simon was a little different from my other friends. എന്താണ്, സംതിങ് ഹി വുഡ് ഗെറ്റ് അപ്സെറ്റ് അബൌട്ട് തിങ്സ് ലൈക്ക് ദ സ്കൂൾ ബെൽ റിങ്ങിങ്. അതായത് ചില സമയങ്ങളിലൊക്കെ ചില കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്, അവൻ അപ്സെറ്റ് ആവുന്നതാണല്ലേ പറയുന്നത്. കാര്യങ്ങൾ നോക്കൂ, ദ സ്കൂൾ ബെൽ റിങ്ങിങ്, ചിലപ്പോൾ അപ്സെറ്റ് ആവുന്ന കാരണം എന്താണ്, സ്കൂൾ ബെൽ റിങ് ചെയ്താൽ അവൻ അപ്സെറ്റ് ആവും. അതുപോലെ തന്നെ ഹാവിങ് ടു മൂവ് ഹിസ് സീറ്റ്, അതുപോലെ തന്നെ അവൻ്റെ സീറ്റിൽ നിന്ന് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുകയാണ് വെച്ചാൽ അവൻ എന്ത് ചെയ്യും, അപ്സെറ്റ് ആവും. ബിക്കോസ് സൈമൺ വാസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം മൈ അതർ ഫ്രണ്ട്സ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഫ്രണ്ട്സിൽ നിന്നും ആര് വ്യത്യസ്തനായിരുന്നു, ഈ സൈമൺ വ്യത്യസ്തനായിരുന്നു എന്നാണ് മാത്യു പറയുന്നത്.
I soon stopped asking him to take part in games. Sometimes I got annoyed if the teacher tried to get him to join in. ചില സമയങ്ങളിലൊക്കെ എന്താണ് ടീച്ചർ പറയുമല്ലോ അവനെ കളിക്കാൻ കൂട്ടാൻ വേണ്ടിയിട്ട് ആര് പറയും, ടീച്ചർ പറയും. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് എന്താ തോന്നാറുള്ളതെന്നാണ് മാത്യു പറയും. they got annoyed, എനിക്ക് ദേഷ്യം തോന്നാറുണ്ട്. ഐ ജസ്റ്റ് വാച്ചിങ് ഷുവർ ഇഫ് ഐ വാണ്ട് ടു ഹാവ് ഫ്രണ്ട് ലൈക്ക് സൈമൺ. എനിക്ക് എന്താ തോന്നിയിട്ടുള്ളത്, അവനെപ്പോലൊരു ഫ്രണ്ട് എനിക്ക് ഉണ്ടാവരുതെന്നാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറയാണല്ലേ. ഇതിന് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം നമുക്ക്. വാട്ട് പ്രോബ്ലം ഡിഡ് സൈമൺ ഹാവ് അബൌട്ട് സിറ്റിംഗ് ഇൻ ദ ക്ലാസ് റൂം? ക്ലാസ് റൂമിലിരിക്കുമ്പോൾ സൈമൺ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു ക്ലാസ് മുറിയിൽ ഇരിക്കുമ്പോൾ സൈമൺ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നു? ദ പ്രോബ്ലം സൈമൺ ഹാഡ് അബൌട്ട് സിറ്റിംഗ് ഇൻ ദ ക്ലാസ് റൂം വാസ് ഹി വുഡ് ഗെറ്റ് അപ്സെറ്റ് അബൌട്ട് തിങ്സ് ലൈക്ക് ദ സ്കൂൾ ബെൽ റിംഗിങ് ഓർ ഹാവിങ് ടു മൂവ് ഹിസ് സീറ്റ്. പറയുന്നുണ്ടല്ലേ, ഇപ്പോൾ നമ്മൾ പറഞ്ഞു കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, എന്താണ് ആൻസർ? ദ പ്രോബ്ലം സൈമൺ ഹാഡ് അബൌട്ട് സിറ്റിംഗ് ഇൻ ദ ക്ലാസ് റൂം വാസ് ഹി വുഡ് ഗെറ്റ് അപ്സെറ്റ് അബൌട്ട് തിങ്സ് ലൈക്ക് ദ സ്കൂൾ ബെൽ റിംഗിങ് ഓർ ഹാവിങ് ടു മൂവ് ഹിസ് സീറ്റ്. അതായത് ക്ലാസ് മുറിയിൽ ഇരിക്കുന്നതിന് സൈമൺ ഉണ്ടായിരുന്ന പ്രശ്നം എന്താണ്? സ്കൂളിലെ ബെല്ലടിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളല്ലേ, അയാൾ അസ്വസ്ഥനാകുമായിരുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. ദെൻ ദ ടൈം ഫോർ ദ ബിഗ് സ്കൂൾ ട്രിപ്പ് ടു ദ ഫൺ ഫെയർ കെയിം. Then the time for the big school trip to the ഫൺ ഫെയർ ഗെയിം. അങ്ങനെ എന്താണ്, വിനോദയാത്രയ്ക്കുള്ള സമയമല്ല സ്കൂളിൽ നിന്നുള്ള. ഓൾ ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഹാഡ് ടു പെയർ അപ്പ് ആൻഡ് ഫൈൻഡ് സമ്മൺ സിറ്റ് വിത്ത് ഓൺ ദ ബസ്. അപ്പോൾ എന്താണ് സീറ്റ് അല്ലേ, അതായത് നമ്മൾ ടൂറൊക്കെ പോവുക വെച്ചാൽ നമ്മളെ പെയറിന് എടുക്കുമല്ലേ, അതായത് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടിനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പെയറായിട്ടൊക്കെ എടുക്കുക അല്ലേ. അപ്പോൾ ഓൾ ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഹാഡ് ടു പെയർ അപ്പ് ആൻഡ് ഫൈൻഡ് സമ്മൺ ടു സിറ്റ് വിത്ത് ഓൺ ദ ബസ്. അപ്പോൾ എല്ലാ ഗേൾസും ബോയ്സും ഒക്കെ എന്താണ് അവരുടെ പെയറിനെ കണ്ടെത്തുകയാണ്. ആരാണ് അവരോടൊപ്പം സീറ്റിലുണ്ടായിരിക്കേണ്ട പെയർ. അതായത് വൈ ഡോണ്ട് യു ആൻഡ് സമ്മൺ പെയർ ടുഗദർ ടുഡേ, വൈ ഡോണ്ട് യു ആൻഡ് സൈമൺ പെയർ ടുഗദർ ടുഡേ ആസ്ക്ഡ് അവർ ടീച്ചർ. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണ്, നമ്മുടെ മാത്യുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് സൈമണിനെ നിൻ്റെ പെയറായിട്ട് ഇന്ന് എടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. സോ സൈമൺ ആൻഡ് സാറ്റ് ടുഗദർ ഓൺ ദ വേ ടു ദ ഫൺ ഫെയർ. അപ്പോൾ ഫൺ ഫെയറിലേക്ക് പോകുമ്പോൾ ആരായിരുന്നു സൈമണിൻ്റെ പെയർ എന്ന് പറയുന്നത്? യെസ്, മാത്യു ആയിരുന്നല്ലേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഒരുമിച്ചാണ് ഇരുന്നത്. സോ സൈമൺ ആൻഡ് ഐ സാറ്റ് ടുഗദർ ഓൺ ദ വേ ടു ദ ഫൺ ഫെയർ. സൈമൺ ടുക്ക് ഔട്ട് ഹിസ് സാൻഡ്വിച്ച്. ഡു യു ലൈക്ക് സാൻഡ്വിച്ച്? അങ്ങനെ സൈമൺ എന്ത് ചെയ്യാണ്, അവൻ്റെ സാൻഡ്വിച്ച് എടുക്കുകയാണല്ലേ. അപ്പം മാത്യു ചോദിക്കുകയാണ്, ഡു യു ലൈക്ക് സാൻഡ്വിച്ച്? ഐ ആസ്ക്ഡ് ഹിം ഡു യു ലൈക്ക് സാൻഡ്വിച്ചസ്? നിനക്ക് സാൻഡ്വിച്ചസ് ഇഷ്ടമാണോ എന്ന് ഞാൻ ചോദിച്ചു. ഡു യു ലൈക്ക് സാൻഡ്വിച്ചസ്? ഹി റിപ്പീറ്റഡ് ആൻഡ് ദെൻ ഹി ഹാൻഡഡ് മീ ഹിസ് ലഞ്ച് ബോക്സ് ടു ഷെയർ വിത്ത് മീ. അപ്പോൾ അവൻ എന്താ ചോദിക്കുന്നത്? സൈമണും അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കുകയാണല്ലേ. ഡു യു ലൈക്ക് സാൻഡ്വിച്ചസ്? നിനക്ക് സാൻഡ്വിച്ചസ് ഇഷ്ടമാണോ? He repeated and then he handed me his lunch box to share them with me. അപ്പോൾ ലഞ്ച് ബോക്സ് അവനെ ഷെയർ ചെയ്തുകൊണ്ട് ആര് ചെയ്യാണ്, ഇങ്ങനെ ചോദിക്കുകയാണ് അല്ലേ. ഡു യു ലൈക്ക് സാൻഡ്വിച്ചസ് എന്ന് സൈമൺ ചോദിച്ചു. താങ്ക്സ് സൈമൺ ഐ സാഡ്, ബട്ട് സൈമൺ വാസ് ബിസി ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ ഞാൻ എന്താ സൈമണിനോട് അവൻ്റെ ലഞ്ച് ബോക്സ് എനിക്ക് തരികയാണല്ലേ. അപ്പോൾ സൈമണിനോട് മാത്യു താങ്ക്സ് പറയാണ്. താങ്ക്സ് സൈമൺ ഐ സാഡ്, ബട്ട് സൈമൺ വാസ് ബിസി ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ നമ്മുടെ സൈമൺ എന്ത് ചെയ്യാണ് ആ സമയത്തും ഇവൻ താങ്ക്സ് സൈമൺ എന്ന് പറഞ്ഞാൽ അതൊന്നും അവൻ കാര്യമാക്കി എടുക്കുന്നില്ലല്ലോ, അത് ശ്രദ്ധിക്കുന്നില്ല. ഐ സെഡ് ബട്ട് സൈമൺ വാസ് ബിസി ലുക്കിംഗ് ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ സൈമൺ ആ സമയത്ത് എന്ത് ചെയ്യായിരുന്നു, വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്നതിൽ ബിസി ആയിരുന്നു. Later that day, while Simon and I were waiting in the queue for ice cream, Horrible Hetty marched over to the ice cream van. അപ്പോൾ എന്താണ് ലാറ്റർ ദാറ്റ് ഡേ, ആ ദിവസത്തിന് ശേഷം എന്താണ് ഫസ്റ്റ് സെക്കൻഡ് ഡേക്ക് എന്താണ് ലാറ്റർ ദാറ്റ് ഡേ, ആ ദിവസത്തിന് ശേഷം വൈ സൈമൺ ഐ വർ വെയിറ്റിംഗ് ഇൻ ദ ക്യൂ ഫോർ അവർ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് അവരെല്ലാവരും കൂടി എന്ത് ചെയ്യാണ്, ക്യൂ നിൽക്കുകയാണ് അല്ലേ. സൈമൺ ആൻഡ് ഐ വർ വെയിറ്റിംഗ് ഇൻ ദ ക്യൂ ഫോർ അവർ ഐസ്ക്രീം, അവർ ഞങ്ങളുടെ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് ഞാനും അതുപോലെ തന്നെ സൈമണും കൂടി ഇങ്ങനെ ക്യൂ നിൽക്കുകയായിരുന്നു. ഹൊറിബിൾ ഹെറ്റി മാർച്ച്ഡ് ഓവർ ടു ദ ഐസ്ക്രീം വാൻ. അപ്പോൾ ആരാണ്, നമ്മുടെ ഹൊറിബിൾ ഹെറ്റി അങ്ങോട്ടേക്ക് വരികയാണ് അല്ലേ, അവിടേക്ക് നടന്ന് വരികയാണ്. ഐ ആം നെക്സ്റ്റ് ഷീ ഷാഡ് ഇൻ എ മീൻ വോയിസ്. അപ്പോൾ എന്ത് ചെയ്യാണ്, അവൾ പറയുകയാണ് ഞാനാണ് അടുത്തതെന്ന് പറയുകയാണ് അല്ലേ. ഷീ സ്റ്റാർട്ടഡ് പുഷിങ് ഹെർ വേ ഇൻ ഫ്രണ്ട് ഓഫ് സ്റ്റോപ്പ് ഓഫ് ദ ക്യൂ. എന്നിട്ട് അവൾ എന്ത് ചെയ്യാണ്, തൻ്റെ മുന്നിലുണ്ടായിരുന്ന ആളെ എന്ത് ചെയ്യാണ്, ഉന്തുകയാണ് അല്ലേ, പുഷ് ചെയ്യാണ്, തള്ളുകയാണ്. സൈമൺ സഡൻലി ഷൗട്ട് നോ വെരി ലൗഡ്ലി. അപ്പോൾ നമ്മുടെ സൈമൺ ഉറക്കെ പറയുകയാണല്ലേ, പെട്ടെന്ന് തന്നെ ഷൗട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, വളരെ സൗണ്ടിൽ പറയുകയാണ്. വെരി ലൗഡ്ലി ആണ് വളരെ ശബ്ദത്തോട് കൂടിയിട്ടല്ലേ, നോ എന്ന് പറയുകയാണല്ലേ.
ദേഷ്യപ്പെട്ടുകൊണ്ട് പറയാണ്. ഹെറ്റി ഗോട്ട് സച്ച് ഫ്രൈറ്റ്. ഹെറ്റിക്ക് ആകെ പേടിയായില്ലേ. ഹെർ പിക്ടെയിൽസ് ഫ്ലൂ അപ്പ് ഇൻ ദ എയർ. പിക്ടെയിൽസ് മീൻസ് പിക്ടെയിൽസ്. ഇവിടെ നോക്കൂ കൂട്ടുകാരെ ചിത്രത്തിൽ. യെസ്, അവളുടെ ഹെയർ എങ്ങനെയാണ് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ മുടിയിട്ടിരിക്കും. നോക്കൂ, രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ മുടി കെട്ടാറില്ലേ. യെസ്, അതിനാണ് ഇവിടെ പിക്ടെയിൽ എന്ന് പറയുന്നത്. അവളുടെ പിക്ടെയിലൊക്കെ എന്താണ്? ഫ്ലൂ അപ്പ് ഇൻ ദ എയറിൽ, അതായത് കാറ്റിലിങ്ങനെ പറന്നു അല്ലേ. ഷി ക്വിക്ലി ടേൺ അറൗണ്ട് ആൻഡ് റാൻ ഓഫ്. എന്താ അവൾ ചെയ്തത്? പെട്ടെന്ന് തന്നെ തിരിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാണ്? ഓടിപ്പോയി അല്ലേ. ആൻഡ് റാൻ ഓഫ്. ഹൊറിബിൾ ഹെറ്റി ഓടിപ്പോയി. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട് അല്ലേ. വാട്ട് ഡിഡ് സൈമൺ ഡു വെൻ ഹെറ്റി ട്രൈ ടു പുഷ് ഹെർ വേ ടു ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐസ്ക്രീം ക്യൂ? അപ്പം എന്താണ്? ഹെറ്റി എന്ത് ചെയ്തു അല്ലേ. അതായത് ഹെറ്റി ഐസ്ക്രീം ക്യൂവിൻ്റെ മുന്നിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോൾ സൈമൺ എന്താണ് ചെയ്തത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. എന്താ ചെയ്തത് കൂട്ടുകാരെ? യെസ്. When Hetty tried to push her way to the front of the ice cream queue, Simon suddenly shouted no very loudly. Hetty got such fright that she turned around and ran off. അതായത് ഹെറ്റി ഐസ്ക്രീം ക്യൂവിൻ്റെ മുന്നിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചപ്പോൾ എന്ത് ചെയ്തു? സൈമൺ സഡൻലി ഷൗട്ടഡ്, പെട്ടെന്ന് തന്നെ ഷൗട്ട് ചെയ്തു അല്ലേ. നോ വെരി ലൗഡ്ലി എന്ന് വളരെ ഉച്ചത്തിൽ പറയുകയാണല്ലേ. നോ എന്ന് പറഞ്ഞു. ദാൻ ഹെറ്റി എന്ത് ചെയ്തു? യെസ്, ഷീ ടേൺ അറൗണ്ട് ആൻഡ് റാൻ ഓഫ്. ഹെറ്റി എന്നിട്ട് എന്ത് ചെയ്യാണ്? തിരിഞ്ഞു ഓടിപ്പോയി അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം. താങ്ക്സ് സൈമൺ ഐ സാഡ്. താങ്ക്സ് സൈമൺ ഹി റിപ്പീറ്റഡ് ലുക്കിംഗ് അപ്പ് ദ ലൈറ്റ്സ് ഓഫ് ദ ബിഗ് ഫെറീസ് വീൽ. അപ്പോൾ താങ്ക്സ് സൈമൺ എന്ന് ആര് പറയാണ്? മാത്യു പറയാണല്ലേ. ഐ സാഡ്, ഞാൻ പറഞ്ഞു. താങ്ക്സ് സൈമൺ ഹി റിപ്പീറ്റഡ് ലുക്കിംഗ് അപ്പ് അറ്റ് ദ ലൈറ്റ്സ് ഓഫ് ദ ബിഗ് ഫെറീസ് വീൽ. അതായത് വലിയ ബിഗ് ഫെറീസ് വീലിൻ്റെ ലൈറ്റ്സിൽ നോക്കിയിട്ട് ആരെന്ത് പറഞ്ഞു? നമ്മുടെ സൈമൺ എന്ത് പറയാണ്? താങ്ക്സ് സൈമൺ എന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണല്ലേ. ആഫ്റ്റർ ദാറ്റ് ഐ ഓൾവേസ് ആസ്ക്ഡ് സൈമൺ ഇഫ് ഹി വാണ്ടഡ് ടു ഹാവ് എ ലഞ്ച് വിത്ത് മീ ഓർ പ്ലേ ഗെയിം ഡ്യൂറിങ് ബ്രേക്ക് ടൈം. സം ഡേയ്സ് ഹി വുഡ് ജോയിൻ ഇൻ, ബട്ട് അതർ ഡേയ്സ് ഹി ജസ്റ്റ് വാണ്ട് ടു ബി ഓൺ ഹിസ് ഓൺ. ദാറ്റ് വാസ് ഓക്കെ ടു. അങ്ങനെ അതിനുശേഷം എന്താണ്? ഐ ഓൾവേസ് ആസ്ക് സൈമൺ ഇഫ് ഹി വാണ്ടഡ് ടു ഹാവ് ലഞ്ച് വിത്ത് മീ. അതുപോലെ തന്നെ അവർ കളിക്കുമ്പോഴല്ലേ സമയത്തൊക്കെ അവനെ കൂട്ടുമായിരുന്നു. സം ഡേയ്സ് ഹി വുഡ് ജോയിൻ. ചില സമയത്തൊക്കെ അവൻ എന്ത് ചെയ്യും? ഞങ്ങളോട് കൂടി ജോയിൻ ചെയ്യും. ബട്ട് അതർ ഡേയ്സ് ഹി ജസ്റ്റ് വാണ്ടഡ് ടു ബി ഓൺ ഹിസ് ഓൺ. ചില ദിവസങ്ങളിലൊക്കെ അവൻ എന്താണ്? അവൻ ഒറ്റയ്ക്ക് തന്നെ അങ്ങനെ ഇരിക്കുമല്ലേ. ദാറ്റ് വാസ് ഓക്കെ ടു. അത് ഓക്കെ ആയിരുന്നല്ലേ. The other boys and girls in the school soon learned to understand Simon better. സ്കൂളിലെ മറ്റു കുട്ടികൾ, അതായത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ എന്താണ്? നമ്മുടെ സൈമണിനെ കൂടുതൽ മനസ്സിലാക്കി അല്ലേ. സംടൈംസ് സൈമൺ ആക്ടഡ് ലിറ്റിൽ ഡിഫറെൻറ്റ് ഫ്രം അസ്. ചില സമയങ്ങളിലൊക്കെ സൈമൺ എന്താണ്? ഞങ്ങളിൽ നിന്നും കുറച്ച് വ്യത്യസ്തനായിട്ടാണ് ആക്ട് ചെയ്തിരുന്നത്. ഹി ഡിഡ്ന്റ് ലേൺ ലോട്ട് ടു സേ, but he was just same as everyone else in our school. He learned big lesson from Simon. ഞങ്ങൾ സൈമൺ എന്നൊരു പുതിയ പാഠം പഠിച്ചു. എന്താണ്? Only Horrible Hetty would have leave out someone because they were different from us. ആരൊഴിച്ചിട്ട്? ഓൺലി ഹൊറിബിൾ ഹെറ്റി അല്ലേ. അവളെ ലീവ് ഔട്ട് someone because they were different from us. Simon also showed me just how great it is to have a friend like him. Do you have a friend like Simon? Why don't you tell me your story? എന്താ പറയുന്നത്? Simon also showed me just how great it is to have a friend like him. സൈമൺ കാണിച്ചു തരികയാണല്ലേ. ജസ്റ്റ് ഹൗ ഗ്രേറ്റ് ഇസ് ടു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് ഹിം. അവനെ പോലെ ഒരു ഫ്രണ്ടിലല്ലേ. ഡു യു ഹാവ് എ ഫ്രണ്ട് ലൈക്ക് സൈമൺ? നിങ്ങൾക്ക് അവനെ പോലെ ഒരു ഫ്രണ്ട് ഉണ്ടോ? വൈ ഡോണ്ട് യു ടെൽ മി യുവർ സ്റ്റോറി? എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റോറിയൊന്നും പറയാത്തതെന്നല്ലേ. യെസ്, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഹൗ ഡിഡ് ദ ഒപ്പീനിയൻ ഓഫ് അതർ സ്റ്റുഡൻറ്റ് എബൌട്ട് സൈമൺ ചേഞ്ച്? സൈമണിലുണ്ടായ ചേഞ്ച് കുട്ടികളുടെ ഒപ്പീനിയൻ എന്തായിരുന്നു? അപ്പോൾ കുട്ടികളിലേക്ക് എന്തായിരുന്നു? അഭിപ്രായങ്ങളൊക്കെ മാറിയല്ലേ. ദ ഒപ്പീനിയൻ ഓഫ് അതർ സ്റ്റുഡൻസ് എബൌട്ട് സൈമൺ ചേഞ്ച്ഡ് ബിക്കോസ് ദേ സൂൺ ലേൺ ടു അണ്ടർസ്റ്റാൻഡ് ഹിം. അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ മനസ്സിലാക്കാൻ പഠിച്ചല്ലേ. ദേ റിയലൈസ്ഡ് ദാറ്റ് ഹി വാസ് ജസ്റ്റ് സെയിം ആസ് എവരി വൺ എൽസ് ഇൻ ദ സ്കൂൾ. മറ്റെല്ലാവരെയും പോലെ തന്നെ, സ്കൂളിലെ മറ്റെല്ലാവരെയും പോലെ തന്നെ അവനും എന്ന് അവർക്ക് മനസ്സിലായി. They realized that he was the same as everyone else in the school. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. വാട്ട് ഡസ് സൈമൺ സ്റ്റോറി ടെൽ അബൌട്ട് ഡീലിംഗ് വിത്ത് പീപ്പിൾ ഹു ആർ ഡിഫറെൻറ്റ് ഫ്രം അസ്? അതായത് നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ ആളുകളുമായി എങ്ങനെ ഇടപെടണം എന്നാണല്ലേ ഈ കഥ നിങ്ങളോട് പറയുന്നത്. ഈ സൈമണിൻ്റെ കഥ നിങ്ങളോട് പറയുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത്? അതായത് സൈമൺ സ്റ്റോറി ടെൽസ് ദാറ്റ്
We should try to understand people who are different from us and we should be considerate and loving in our dealings with them. അതായത് വ്യത്യസ്തരായ ആളുകളെ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കണം അല്ലേ, അവരോടുള്ള ഇടപെടലുകളിലും പരിഗണനയും സ്നേഹവും പുലർത്തണം എന്നാണ് പറയുന്നത് അല്ലേ കഥയിലൂടെ. വി ഷുഡ് റിമെമ്പർ ഈച്ച് വൺ ഓഫ് അസ് ഇസ് ഡിഫറെൻറ്റ് ഫ്രം അതേഴ്സ് ഇൻ വൺ വേ ഓർ അതർ. അതായത് നമ്മൾ ഓരോരുത്തരും എന്താണ് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്താണ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് നമ്മൾ ഓർമ്മിക്കണം. ഓക്കെ, അപ്പോൾ ഇത്ര എല്ലാ ക്വസ്റ്റ്യൻസും സൈഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനുമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഓരോ ആക്ടിവിറ്റി നോക്കാം അല്ലേ. ആക്ടിവിറ്റി ഫസ്റ്റ് നോക്കാം. ഇമാജിൻ യു ആർ എ മീറ്റിംഗ് ചൈൽഡ് ഇൻ യുവർ നൈബർഹുഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഹൗ വുഡ് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്? നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നൈബർഹുഡിൽ ഏതെങ്കിലും കുട്ടിയോ ആദ്യമായിട്ട് നിങ്ങൾ കണ്ടുമുട്ടുക എന്ന് ഇമാജിൻ ചെയ്യുക. ദെൻ ഹൗ വുഡ് യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക? അതായത് നിങ്ങളൊരു പുതിയ ഫ്രണ്ടിനെ കണ്ടിട്ട് നിങ്ങൾ എങ്ങനെയായിരിക്കും അവനെ നിങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ അല്ലേ. എന്തൊക്കെയായിരിക്കും നിങ്ങൾ അതിൽ പറയുക? ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്ത് പറയും? പേര് പറയും അല്ലേ. ഹായ് ഐ ആം എന്താണോ നിങ്ങളുടെ പേര് നിങ്ങൾ അവിടെ എഴുതുക. എന്ത് എഴുതാം നമുക്ക്? യെസ് ഐ ആം സ്റ്റുഡൻറ്റ് ഇൻ സ്റ്റാൻഡേർഡ് 6 ഡോൺ ബോസ്കോ സ്കൂൾ. അപ്പം നിങ്ങൾ എത്രാം ക്ലാസ്സിലാണോ പഠിക്കുന്നത് then എന്ത് ചെയ്യുക? നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും എഴുതുക. ഇരിഞ്ഞാലക്കുട. I am student in standard 6 in Don Bosco School, ഇരിഞ്ഞാലക്കുട. My parents are Govind and Madhavi. എൻ്റെ പാരൻസിൻ്റെ പേര് ഗോവിന്ദൻ ആൻഡ് മാധവി എന്നാണ്. My father work is in a bank. എൻ്റെ ഫാദർ വർക്ക് ചെയ്യുന്നൊരു ബാങ്കിലാണ്. My mother is a homemaker. എൻ്റെ അമ്മ ഒരു വീട്ടമ്മയാണ്. We live in Azad Road. May I know your name and where you study? എനിക്ക് നിങ്ങളുടെ പേരറിയണം, അതുപോലെ നിങ്ങൾ എവിടെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇതിനൊരു മാതൃകയാണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ പേരും നിങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും അതുപോലെ തന്നെ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ആ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് എഴുതുക. ഓക്കെ. ദെൻ മാത്യു വാസ് ടോക്കിംഗ് അബൌട്ട് സൈമൺ ടു ഹിസ് ഫ്രണ്ട് ഡോളി. മാത്യു എന്ത് ചെയ്യാണ്? അവൻ്റെ ഫ്രണ്ടായ സൈമണിനെ കുറിച്ചിട്ട് ഡോളിയോട് പറയുകയാണ് അല്ലേ. വാട്ട് മൈറ്റ് ദേ ടോക്ക് അബൌട്ട്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. അവരെന്തൊക്കെയായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ആ കോൺവെർസേഷൻ നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൊടുക്കും നോക്കൂ. മാത്യു, ഡോളി ഡിഡ് യു നോ ഐ ഹാവ് എ ന്യൂ ഫ്രണ്ട് കോൾഡ് സൈമൺ. ഡോളി നിനക്കറിയോ എനിക്കിപ്പോൾ ഒരു സൈമൺ എന്ന പേരുള്ളൊരു ഫ്രണ്ട് ഉണ്ടെന്ന് പറയുകയാണല്ലേ. ഡോളി, ഓ റിയലി, ഹൗ ഈസ് ഹി? ഓ റിയലി, ശരിക്കും അവൻ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണല്ലേ. മാത്യു, വെൽ ഹീസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. വെൽ നല്ലതൊക്കെയാണ്, പക്ഷെ അവൻ എന്താണ് കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് പറയുകയാണല്ലേ. ദെൻ എന്തൊക്കെയായിരിക്കും അവർ സംസാരിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഡോളി ചോദിക്കും, വാട്ട് യു മീൻ ബൈ ഹീസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്? നീ കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, മീൻ ചെയ്യുന്നത് എന്താണെന്ന് ചോദിക്കും അല്ലേ. അപ്പം മാത്യു പറയുന്നതായിരിക്കും, ഹി ലൈക്സ് ടു ബി അലോൺ. അവൻ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഹി ഡസ് നോട്ട് വാണ്ട് ടു മിങ്കിൾ വിത്ത് അതേഴ്സ്. അവനെ മറ്റുള്ളവരായിട്ടൊന്നും എന്താണ് മിങ്കിൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഡോളി പറയുകയാണ്, ദർ ആർ മെനി പീപ്പിൾ ലൈക്ക് ദാറ്റ്, ദേ ആർ ഇൻട്രോവേർട്സ്. അപ്പോൾ ഡോളി പറയുകയാണ്, അങ്ങനത്തെ ആളുകൾ ഒരുപാടുണ്ട്. അവരെന്താണ്? അവരെ വിളിക്കുന്നതാണ് ദേ ആർ ഇൻട്രോവേർട്സ്. അവരെല്ലാവരും ഇൻട്രോവേർട്സ് ആണെന്ന് പറയുകയാണ് അല്ലേ. മാത്യു പറയാണ്, ഹി ഗെറ്റ്സ് അപ്സെറ്റ് ഓവർ സ്മോൾ തിങ്സ്. അപ്പോൾ മാത്യു പറയാണ്, അവൻ ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യും? അപ്സെറ്റ് ആവും. ഡോളി, വാട്ട് ഡു യു മീൻ ബൈ സ്മോൾ തിങ്സ്? നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത് അങ്ങനത്തെ വാട്ട് ഡു യു മീൻ ബൈ സ്മോൾ തിങ്സ് അല്ലേ. അതായത് ഈ സ്മോൾ തിങ്സ് എന്ന കാര്യം കൊണ്ട് നീ എന്താ മീൻ ചെയ്യുന്നത് ചോദിക്കുകയാണ് അല്ലേ. അപ്പം മാത്യു പറയാണ്, ഹി സംടൈംസ് ഗെറ്റ് അപ്സെറ്റ് വെൻ ഹി ഹിയേഴ്സ് ദ റിങ്ങിങ് ഓഫ് ദി സ്കൂൾ ബെൽ ഓർ വെൻ ഹി ആസ്ക്ഡ് മൂവ് ഫ്രം ഹിസ് സീറ്റ്. അതായത് സ്കൂളിൽ ബെല്ലടിക്കുമ്പോൾ അതുപോലെ തന്നെ ആരെങ്കിലും അവൻ്റെ ആ സീറ്റിൽ നിന്ന് അവനോടൊന്ന് മാറാൻ പറയാക്കി വെച്ചാൽ അവൻ എന്ത് ചെയ്യും? അപ്സെറ്റ് ആവും അല്ലേ. അപ്പോൾ ഡോളി എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ദർ മേ ബി സം റീസൺസ് ബിഹൈൻഡ് ഹിസ് ഗെറ്റിംഗ് അപ്സെറ്റ് ഓവർ സച്ച് തിങ്സ്. ഐ തിങ്ക് ഹി ഷുഡ് ബി ടേക്കൻ എ സൈക്കാട്രിസ്റ്റ് ഹു ആൻഡ് ഹെൽപ്പ് മി ടു ഓവർകം ഹിസ് അൺനെസസറി ഫിയേഴ്സ്. അപ്പോൾ അവൾ എന്ത് പറയുകയാണ്? എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാവില്ല, അവനിങ്ങനെ ഓവറായിട്ട് സച്ച് തിങ്സ് അതുപോലെ തന്നെ അപ്സെറ്റ് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും. ഐ തിങ്ക് ഷീ ഷുഡ് ബി ടേക്കൻ എ സൈക്കാട്രിസ്റ്റ് ഹു ഹെൽപ്പ് മി ഓവർകം ഹിസ് അൺനെസസറി ഫിയേഴ്സ്. എനിക്ക് തോന്നുന്നത് അവനൊരു സൈക്കാട്രിസ്റ്റിനെ കൊണ്ട് കാണിക്കുക വെച്ചാൽ അവനെന്താണ് അവൻ്റെ ഈ അൺനെസസറി ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ഫിയേഴ്സൊക്കെ അവനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് പറയുകയാണല്ലേ. മാത്യു പറയാണ്, ബട്ട് ഹീസ് ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ഹീസ് ബിക്കിംഗ് മോർ സോഷ്യബിൾ. അപ്പോൾ അവൻ ഒന്നുകൂടി ബെറ്റർ ആയിട്ടുണ്ട്, ഇപ്പം അവൻ കൂടുതൽ സോഷ്യബിളായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാണ്. ഡോളി, ദാറ്റ്സ് ഗുഡ് ന്യൂസ്. നല്ലൊരു ന്യൂസാണ്. യുവർ ഫ്രണ്ട്ഷിപ്പ് മസ്റ്റ് ബി ഹെൽപ്പിംഗ്. അത് നിൻ്റെ ഫ്രണ്ട്ഷിപ്പ് അതിലെന്തായാലും അവനെ സഹായിക്കും. മാത്യു, റിയലി താങ്ക് യു ഡോളി ഫോർ ദ കോംപ്ലിമെൻറ്റ്.
അപ്പം റിയലി താങ്ക് യു ഡോളി ഫോർ ദ കോംപ്ലിമെൻറ്റ്. അപ്പം മാത്യു പറയാണ് നിൻ്റെ കോംപ്ലിമെൻറ്റിന് നന്ദി അല്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ. Then a few events related to Simon are given below. Arrange them as they happen in the story. കുറച്ച് ഇവൻറ്റ്സ് ഇവിടെ നൽകിയിട്ടുണ്ട് അല്ലേ, നമുക്ക് വായിച്ചു നോക്കാം. Simon shared his sandwich with Matthew. Then sometimes Simon would get help with his work from special teacher. Then എന്താ കൊടുത്തിട്ടുള്ളത്, Simon shouted suddenly no to Hetty at the fun fair. Then Simon always liked to arrange the books and pencil on his desk in the same way every day. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്, അറേഞ്ച് ചെയ്യാനാണ് അല്ലേ, അവ നടന്നതിനനുസരിച്ചിട്ട് അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഏതായിരിക്കും വരിക, സംടൈംസ് സൈമൺ വുഡ് ഗെറ്റ് ഹെൽപ്പ് വിത്ത് ഹിസ് വർക്ക് ഫ്രം സ്പെഷ്യൽ ടീച്ചർ അല്ലേ. ഫസ്റ്റ് വണ്ണ് ഇതാണല്ലേ വരേണ്ടത്. ഒന്നാമത് ഇതാണ്. ദെൻ സെക്കൻഡ് ഏതായിരിക്കും, സൈമൺ ഓൾവേസ് ലൈക്ക് ടു അറേഞ്ച് ദ ബുക്സ് ആൻഡ് പെൻസിൽ ഓൺ ഹിസ് ഡെസ്ക് ഇൻ ദ സെയിം വേ എവറി ഡേ. അത് രണ്ടാമത് വരും അല്ലേ. ദെൻ തേർഡ് വൺ ഏതായിരിക്കും, സൈമൺ ഷെയർഡ് ഹിസ് സാൻഡ്വിച്ചസ് വിത്ത് മാത്യു. സൈമൺ ഷെയർഡ് ഹിസ് സാൻഡ്വിച്ചസ് വിത്ത് മാത്യു, ഇതാണ് മൂന്നാമത് വരിക അല്ലേ. Then last, Simon shouted suddenly no to Hetty at the fun fair. ഫൺ ഫെയറിൽ വെച്ചിട്ട് ആരോട് നോ എന്ന് പറഞ്ഞു, ഹെറ്റിയോടല്ലേ. ഹെറ്റിയോട് നോ എന്ന് പറയുന്നതാണ് ലാസ്റ്റ് വരുന്ന സംഭവം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് ക്രമത്തിലാക്കി എഴുതുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ നോക്കൂ. റൈറ്റ് എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഫ്രം സൈമൺ ഫ്രം ദ സെൻറ്റൻസസ് എബോവ്. അപ്പോൾ മുകളിൽ നൽകിയിട്ടുള്ള സെൻറ്റൻസുകളിൽ നിന്ന് ആരെക്കുറിച്ചിട്ടാണ് നമ്മൾ ചെറിയ ഡിസ്ക്രിപ്ഷൻ എഴുതേണ്ടത്, സൈമണിനെ കുറിച്ചിട്ടല്ലേ. സൈമണിനെ കുറിച്ചൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷന് എഴുതുക. ഓക്കെ, നമുക്കൊരു മാതൃക നോക്കാം. സൈമൺ വാസ് എ ലിറ്റിൽ ഡിഫറെൻറ്റ്. സൈമൺ എങ്ങനെയായിരുന്നു, കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. ഹി ലൈക്ക് ടു ഡു തിങ്സ് ഓൺ ഹിസ് ഓൺ. Sometimes Simon would get help with his work from special teacher. Matthew wanted Simon to join him in the games, but Simon was reluctant to play with him. The one day they sat near each other in the bus, taking them for a fun fair. When Simon took out his sandwiches and Matthew asked if he liked sandwiches very much, Simon asked him the same question and he shared his sandwiches with Matthew. Later, when they were waiting the queue for the ice cream, Hetty, the horrible girl, tried to break the queue and to get her ice cream before them. Simon suddenly shouted no to Hetty and she got afraid and ran off. It shows Simon was a courageous boy who could act boldly when needed. ആവശ്യമുള്ളപ്പോൾ അവരെന്താണ്, എന്ത് ചെയ്യും, കാര്യങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും ചെയ്യുക അല്ലേ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലൊരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആരെക്കുറിച്ച് എഴുതുക. ഇവിടെ തന്നിട്ടുള്ള സെൻറ്റൻസിലില്ലേ, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നല്ലേ നമുക്ക് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും അതുപോലെ തന്നെ സൈഡ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.